ഓരോ പുതിയ പോസ്റ്ററുകൾ ഇറങ്ങുമ്പോഴും പ്രതീക്ഷ 10 മടങ്ങ് വർദ്ധിക്കുന്ന ചിത്രം. അതാണ് ബ്രഹ്മയുഗം. ചിത്രത്തിൻ്റെ അനൗൺസ്മെൻറ്റ് പോസ്റ്റർ തന്നെ വളരെയധികം ശ്രദ്ധ നേടിയതാണ്. മമ്മൂക്കയുടെ ആ ഇരിപ്പും ചിരിയുമെല്ലാം വേറൊരു ഫീലാണ് തന്നത്. നമ്മൾ ഇതുവരെ കണ്ട സിനിമാ കാഴ്ചകളല്ല ബ്രഹ്മയുഗത്തിൽ നിന്നും നമുക്ക് കിട്ടാൻ പോകുന്നത് എന്ന ഒരു തോന്നൽ. ചിത്രം പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിട്ടാണ് ഇറങ്ങുക എന്നും കേൾക്കുന്നു. ഒരു നെഗറ്റീവ് വേഷമാണ് മമ്മൂക്ക ഇതിൽ കൈകാര്യം ചെയ്യുന്നത് എന്നൊരു റൂമറുമുണ്ട്. അതെന്തായാലും ശരിയായിരിക്കാനാണ് സാധ്യത. വ്യത്യസ്ത പടങ്ങൾ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മൂക്കയിൽ നിന്നും മറ്റൊരു മിന്നും പ്രകടനമാണ് ഈ ചിത്രത്തിലൂടെ നമ്മളും പ്രതീക്ഷിക്കുന്നത്. മുമ്പും നെഗറ്റീവ് റോളുകളിൽ എത്തിയപ്പോഴെല്ലാം പ്രേക്ഷകരെ വിസ്മയിപ്പിക്കാൻ മമ്മൂട്ടി എന്ന നടന് സാധിച്ചിട്ടുണ്ട്. വിധേയനിലെ ഭാസ്കര പട്ടേലർ, പുഴുവിലെ കുട്ടൻ, പാലേരി മാണിക്കത്തിലെ മുരിക്കൻ കുന്നത്ത് അഹമ്മദ് ഹാജി, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റിലേക്ക് തന്നെയാണ് ബ്രഹ്മയുഗത്തിലെ ക്യാരക്ടറും വരുന്നത്. ഷൈൻ നിഗം, രേവതി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഭൂതകാലം എന്ന മലയാളത്തിലെ ഏറ്റവും മികച്ച ഹൊറർ ത്രില്ലർ ചിത്രം സംവിധാനം ചെയ്ത രാഹുൽ സദാശിവനാണ് ചിത്രത്തിൻ്റെ ഡയറക്ടർ എന്നത് പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. സ്ക്രിപ്റ്റിലായാലും മേക്കിങ്ങിലായാലും മികച്ച കൈയടക്കം പുലർത്തിയ ചിത്രമായിരുന്നു ഭൂതകാലം. അതുതന്നെയാണ് ബ്രഹ്മയുഗത്തിലും പ്രതീക്ഷിക്കുന്നത്. ഒരു പീരിയോഡിക്കൽ ഹൊറർ സിനിമയായാണ് ബ്രഹ്മയുഗം എത്തുന്നത്. ദ ഏജ് ഓഫ് മാഡ്നസ് എന്നതാണ് ചിത്രത്തിൻ്റെ ടാഗ് ലൈൻ. പ്രശസ്ത എഴുത്തുകാരൻ ടി.ഡി. രാമകൃഷ്ണനാണ് ചിത്രത്തിൻ്റെ സംഭാഷണം നിർവഹിക്കുന്നത്. മമ്മൂക്കയെ കൂടാതെ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, അമാൽഡ ഡിസ് എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നു. ഇവരുടെയൊക്കെ ക്യാരക്ടർ പോസ്റ്ററുകളും ഓൾറെഡി റിലീസായി കഴിഞ്ഞിരിക്കുകയാണ്. ഷഹനാദ് ജലാലാണ് ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രാഫർ. മ്യൂസിക് ക്രിസ്റ്റോ സേവിയർ. ചിത്രം ഫെബ്രുവരി പകുതിയോടെ തിയേറ്ററിലെത്തും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.